നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂ. പ്രൊഫഷണൽ ഫുഡ് ആൻഡ് ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിയുടെ സെറ്റപ്പ് നോക്കാം. വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റി എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ്, അതിന് മുൻപ് തന്നെയായിട്ട് നിഫ്റ്റിയുടെ ട്രെൻഡ് നമുക്ക് നോക്കാം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസ് കാണാത്തവര് വീഡിയോസ് കാണുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. കാരണം ഈ മൊമെന്റ് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു, ഇത് ഷോർട്ട് കവറിംഗ് റാലിയാണ്. അതുകൊണ്ട് ഇത് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡാണോ ബൈയുടെ ഒരു ട്രെൻഡാണോ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് 2 ഡേയ്സ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ടിന്റെ താഴത്തേക്ക് ഒരു ക്ലോസിംഗ് നിലനിർത്തിയിരിക്കുകയാണ്. വരും ദിവസത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷനും നോക്കിയാൽ നിഫ്റ്റിയുടെ ട്രെൻഡ് ഓൾമോസ്റ്റ് ഇത് ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് ആണോ അതോ സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് മൊമെന്റത്തിനുള്ള സാധ്യതയാണോ എന്നുള്ളതൊക്കെ നമുക്ക് പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. എന്തായാലും നിഫ്റ്റി ക്ലോസിങ് കുറച്ച് നെഗറ്റീവ് ആണ്, സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ തന്നെ വരും ദിവസങ്ങളിലായാലും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവല് ഇനി 24,450 അടുത്ത് ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവൽ ഉണ്ട്. ഈ സപ്പോർട്ടിന്റെ താഴത്തേക്ക് നിലനിർത്തി കഴിഞ്ഞാൽ കൂടുതൽ വീക്ക്നെസ് ആണ് മാർക്കറ്റിൽ, പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു സാധ്യത മാർക്കറ്റിലുണ്ട്. പക്ഷെ അതൊരു അടുത്തൊരു സപ്പോർട്ടും കൂടി നമുക്ക് നോക്കേണ്ടതായിട്ട് വരും. 24,200 തന്നെയാണ് ആ ഒരു സ്ട്രോങ് സപ്പോർട്ട് ലെവൽ വരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ട്രെൻഡ് റിവേഴ്സൽ ഇപ്പോൾ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് ആണെങ്കിൽ തന്നെ ട്രെൻഡ് റിവേഴ്സൽ 24,200 ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ കാണുന്നത്. വരും ദിവസങ്ങളായാലും അത് മാറ്റം വരും. ഓരോ ദിവസം മാർക്കറ്റ് വാച്ച് ചെയ്യുക, കൃത്യമായിട്ട് മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് എന്താണോ അതിനനുസരിച്ച് മൂവ് ചെയ്യാനുള്ള. ഇത് പറയുന്നത് മാർക്കറ്റിന്റെ ഒരു ലോങ് ടൈം ഡയറക്ഷൻ ആണ്, ഷോർട്ട് ടൈം ഡയറക്ഷൻ അല്ല. ഡെയിലി ടൈം ഫ്രെയിമിൽ പറയുന്നത് ലോങ് ടൈം ഡയറക്ഷൻ ആണ്. ഇപ്പൊ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ എന്തായിരിക്കും എന്നുള്ളൊരു സിറ്റുവേഷൻ ആണ്. പക്ഷെ നമുക്ക് ഇൻട്രാഡേ ട്രെൻഡിൽ പറയുകയാണെങ്കിൽ ഇൻട്രാഡേ ട്രെൻഡിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. 5 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഇൻട്രാഡേ ട്രെൻഡ് നമ്മൾ പറയാറ്. ഇന്നത്തെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് നോക്കുക. നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത് ഇവിടെയാണ്. നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത് 24,945. അപ്പോൾ റെസിസ്റ്റൻസിന്റെ താഴെയായിരുന്നു നിഫ്റ്റിയുടെ ഓപ്പണിംഗ്. അതേപോലെ തന്നെ നമ്മൾ സപ്പോർട്ട് നൽകിയിരിക്കുന്നത് 24,882 24,882. അപ്പൊ ഓപ്പണിംഗ് ക്യാൻഡിൽ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ് മാർക്കറ്റിന്റെ ട്രെൻഡ്. ഓപ്പണിംഗ് ക്യാൻഡിലിനൊപ്പം പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് ഇന്നത്തെ മാർക്കറ്റ് സിറ്റുവേഷനിൽ അങ്ങനെയാകാനുള്ള ഒരു സാധ്യതയാണ്. അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം വീഡിയോസിൽ വിശദീകരിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ ഈ ഒരു ലെവലിലാണ് സ്ട്രോങ് സപ്പോർട്ടുകൾ പറഞ്ഞിരുന്നത്. 690, 705 ആ ഒരു ലെവലില്, 675 ആ ലെവൽ വരെ നിഫ്റ്റിയുടെ സ്ട്രോങ് സപ്പോർട്ട് ലെവൽ നൽകിയിരുന്നു. ആ ഒരു ലെവലിൽ നിന്നൊക്കെ നിഫ്റ്റി ബൗൺസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നിഫ്റ്റി ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന അടുത്തൊരു സപ്പോർട്ട്, ഈ ഒരു സപ്പോർട്ടൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പൊ എപ്പോഴും ഈ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന 24,865 സപ്പോർട്ട്, ഈ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത ക്യാൻഡിൽ ശ്രദ്ധിക്കുക. ആ ക്യാൻഡിലിന്റെ മുകളിലേക്ക് മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. എപ്പോഴും മാർക്കറ്റ് എപ്പോഴും സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്താൽ ആ ബ്രേക്ക് ചെയ്ത ഒരു ക്യാൻഡിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ആ ക്യാൻഡിലിന്റെ ഒരു മുകളിലേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്താലാണ് പിന്നെ അടുത്തൊരു ബൈര മൊമെന്റം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ഓപ്പണിംഗ് ക്യാൻഡിൽ വളരെയധികം ഇമ്പോർട്ടൻസ് നൽകാനായിട്ട് സൂചിപ്പിച്ചിരുന്നത്. ഇപ്പൊ വരും ദിവസങ്ങളിലായാലും നമുക്ക് നിഫ്റ്റിയുടെ സെറ്റപ്പ് നമുക്ക് നോക്കാം. നിഫ്റ്റിയിലെ മാനേജ് ചെയ്യാനുള്ള ട്രെൻഡ് സപ്പോർട്ട് ഏതാണ്, റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട് നമുക്ക് നോക്കാം. ഇന്നത്തെ ഒരു ക്ലോസിംഗ് 24,600 എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ലെവലിന്റെ താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. റൈസിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമുക്ക് റെസിസ്റ്റൻസ് കിട്ടി കഴിഞ്ഞാൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈ 24,945 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നത് വരെ പ്രത്യേകം ശ്രദ്ധിക്കുക. 24,945 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നത് വരെ സെൽ ഓൺ റൈസ് സ്ട്രാറ്റജി യൂസ് ചെയ്യുക. നമുക്ക് കൃത്യമായിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ വരും ദിവസങ്ങളിൽ നമുക്ക് ഏതാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നമുക്ക് നോക്കാം. വരാൻ പോകുന്ന ദിവസത്തെ ഒരു ക്ലോസിംഗ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് മാർക്കറ്റിന്റെ ഒരു ട്രെൻഡ് നോക്കാനായിട്ട്. അപ്പൊ വരും ദിവസമായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഏതാണ് റൈറ്റ് ആയിട്ടുള്ള സപ്പോർട്ട്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്. അപ്പൊ നിഫ്റ്റിയിലും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് കാണുന്നത് 24,700. അപ്പൊ ഇൻ കേസ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് 24,700 താഴെയാണെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. ചെറിയ ടൈംസിലോ വലിയ ടൈംസിലോ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. ഒരു 15 പോയിന്റ് താഴെ നിലനിർത്തി കഴിഞ്ഞാൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 24,685 ആണ് ഞാൻ ഇവിടെ സപ്പോർട്ടായിട്ട് എടുത്തിരിക്കുന്നത്. 24,685.
അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് 24,700 മുകളിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 24,685 സ്റ്റോപ്പ് ലോസ്. ഈ ഒരു ലെവലിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 24,800 ആണ്. പക്ഷെ ഞാൻ 800 താഴെയാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. 24,790 24790. അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്ന ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 24790 മുകളിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്ന മുൻപ് അടുത്ത റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട് 820. അപ്പൊ 24,820 790. അപ്പൊ 820 മുകളിൽ മാത്രമാണ് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. 790 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അതിനുശേഷം റെസിസ്റ്റൻസ് 920 24,920. അതുപോലെ ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. പറഞ്ഞിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിലല്ല. ഈ ഒരു റേഞ്ചിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ബൗൺസ് ചെയ്താലും ഈ ഒരു ലെവലിൽ നിന്നുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. ലോവർ ലെവൽ സപ്പോർട്ട് 24,530 സപ്പോർട്ട്. ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് 24,530 ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഇതിന് താഴെ തൊട്ടടുത്ത് സപ്പോർട്ട് ഉണ്ട്. തൊട്ടടുത്ത് സപ്പോർട്ട് ഉണ്ടെങ്കിലും വീക്ക്നെസ് ആണ്. മാർക്കറ്റിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യും തോറും വീക്ക്നെസ് ആണ്. 24,450 അടുത്ത സപ്പോർട്ട് വരുന്നത്. 24,450 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് 530. അതിന് താഴെ 24,400 താഴെയാണ് സപ്പോർട്ട് വരുന്നത്. അപ്പൊ നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 24,530 താഴെയാണ്. ചെറിയ ടൈമിലുള്ള ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 450 കൂടി ബ്രേക്ക് ചെയ്ത വീക്ക്നെസ് ആണ്. ഈ ഒരു ലെവലാണ് കാണുന്നത്. അപ്പോൾ നിഫ്റ്റിയിൽ ഇൻ കേസ് വലിയൊരു മൊമെന്റം വലിയൊരു വോളറ്റാലിറ്റി ഉണ്ടെങ്കിൽ ആണ് ഈ ഒരു സപ്പോർട്ട് ലെവലുകൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഹയർ ലെവലിലേക്ക് ആണെങ്കിൽ റെസിസ്റ്റൻസ് 24,975 ആണ് ഹയർ ലെവൽ റെസിസ്റ്റൻസ്. നമ്മൾ കഴിഞ്ഞ ദിവസവും ഹയർ ലെവൽ റെസിസ്റ്റൻസ് അപ്ഡേറ്റ് ചെയ്തിരുന്നില്ല. കാരണം ഹയർ ലെവലിലേക്ക് പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് ഇല്ല. മാർക്കറ്റിന്റെ ഒരു മൊമെന്റം അങ്ങനത്തെ ഒരു മൂവ്മെന്റ് ആയിരുന്നു. നമ്മൾ എക്സാക്ട് റെസിസ്റ്റൻസ് ഈ ഒരു ലെവലിൽ മാത്രമാണ് നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരുന്നത്. അപ്പൊ എപ്പോഴും ആ പറയുന്ന ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് വർക്ക് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. അതിനനുസരിച്ച് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിഫ്റ്റിയിൽ അതിൽ എത്ര സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് എക്സാക്ട് ആയിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസങ്ങളുടെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.